യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങൾ. പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകുവാൻ ഒരുങ്ങി. പീലിപ്പോസിനെ കണ്ടപ്പോൾ യേശു തമ്പുരാൻ അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. പീലിപ്പോസ് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സദായിൽ നിന്നും ഉള്ളവനായിരുന്നു. പീലിപ്പോസ് നഥാനിയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിൻ്റെ മകൻ നസറത്ത് നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനിയേൽ ചോദിച്ചു, നസറത്തിൽ നിന്നും എന്തെങ്കിലും നന്മയുണ്ടാകുമോ? പീലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. നഥാനിയേൽ തൻ്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനിയേൽ പറഞ്ഞു, റബീ, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. യേശു തമ്പുരാൻ പറഞ്ഞു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ ഞാൻ കണ്ടു എന്നു പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ബെനഹായ്ക്ക് ശേഷമുള്ള 2ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങളാണ്. പ്രധാനമായും പീലിപ്പോസിൻ്റെ ദൈവവിളിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് യേശു മിശിഹാ തൻ്റെ ഗലീല യാത്രകളിൽ പീലിപ്പോസിനെ കണ്ടുമുട്ടി. പീലിപ്പോസ് എന്ന് പറയുന്നത് ബെത്സദായിൽ നിന്നുള്ള ഒരു സാധാരണ യഹൂദനാണ്. അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണത്തിൽ നിന്നുള്ളവനാണ്. യേശു തമ്പുരാൻ അവനെ കണ്ടു. പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചതുപോലെ പീലിപ്പോസിനോട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരിക. ഇതാണ് പീലിപ്പോസിൻ്റെ ദൈവവിളി. പീലിപ്പോസ് നേരെ യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് പകരം തൻ്റെ സുഹൃത്തായ നഥാനിയേലിനെ കണ്ടു. നഥാനിയേലിനെ കണ്ട് താൻ യേശുവിനെ കണ്ടെന്നും യേശു വരാനിരിക്കുന്ന ദൈവപുത്രനാണെന്നും പ്രവാചക ഗ്രന്ഥത്തിൽ ആരെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നു അവൻ ഇവനാണെന്നും നസറത്ത് നിന്നുള്ള ജോസഫിൻ്റെ മകനാണെന്നും ഒക്കെ വിശദീകരിക്കുവാനും നഥാനിയേലിനെ കൺവിൻസ് ചെയ്യിക്കുവാനും നഥാനിയേലിനെ കൂടെ കൊണ്ടുപോകാനായിട്ടും ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഇവിടെ എനിക്ക് ഒന്നാമതായിട്ട് നിങ്ങളോട് പറയുവാനായിട്ടുള്ള കാര്യം, നാം യേശുവിനെ അറിഞ്ഞാൽ, നാം യേശുവിനെ വിശ്വസിച്ചാൽ, നാം യേശുവിനെ സ്നേഹിച്ചാൽ, നാം യേശുവിനെ അനുകരിച്ചാൽ നമ്മുടെ വലിയൊരു ദൗത്യമാണ് യേശുവിനെ കണ്ടുമുട്ടാത്തവരെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത്. നമുക്കറിയാം, കർത്താവ് യേശു മിശിഹാ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് നൽകിയ വലിയ ദൗത്യങ്ങളിൽ ഒന്നതാണ്. ലോകം മുഴുവൻ പോയി സർവ്വജനതയോടും സുവിശേഷം പ്രസംഗിക്കണം. പീലിപ്പോസ് നോക്കി യേശുവിനെ കണ്ടതേ ഉള്ളൂ. പക്ഷെ പീലിപ്പോസ് ഈ ദൗത്യം ഏറ്റെടുക്കുകയാണ്. തൻ്റെ സുഹൃത്തിൻ്റെ അടുക്കൽ പോയി നഥാനിയേലോട് പറയുകയാണ്, ഞാൻ യേശുവിനെ കണ്ടു, നീയും വാ എൻ്റെ കൂടെ യേശുവിനെ കാണാനായിട്ട്. നമുക്ക് ഒരുപാട് സന്ദർഭങ്ങൾ കിട്ടും. നാം മാസങ്ങളായി വർഷങ്ങളായി ജീവിക്കുന്ന ക്രിസ്തുവിനെ കാണുകയും കേൾക്കുകയും അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ്. നമുക്ക് അനേക സന്ദർഭങ്ങൾ കിട്ടും യേശുവിനെ സാക്ഷിക്കുവാൻ, യേശുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, യേശുവിനെ ഏക രക്ഷകനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ, മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് യേശുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ. പക്ഷെ പലപ്പോഴും നാം തയ്യാറാകത്തില്ല. ബസ് യാത്രകളിൽ എത്ര മണിക്കൂറുകൾ നമ്മൾ സഹയാത്രികരുടെ യാത്ര ചെയ്യും, ട്രെയിൻ യാത്രകളിൽ സഹയാത്രയുടെ യാത്ര ചെയ്യും, ജീവിതത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസുകൾക്ക് എത്രയോ വർഷങ്ങൾ നാം കൂടെ ജോലി ചെയ്യും. നാം അനേക കാര്യങ്ങൾ സംസാരിക്കുമെങ്കിലും യേശുവിനെ കുറിച്ച് മാത്രം നാം സംസാരിക്കത്തില്ല. എന്താ കാരണം? എനിക്ക് തോന്നുന്നത് ഇവിടെ പീലിപ്പോസ് കാണിച്ച ധൈര്യം, അതായത് ഞാൻ വിശ്വസിക്കുന്ന യേശു സത്യദൈവമാണെന്ന്, ഞാൻ വിശ്വസിക്കുന്ന യേശുവാണ് യഥാർത്ഥ ദൈവപുത്രനാണെന്ന്, ഞാൻ വിശ്വസിക്കുന്ന യേശുവാണ് യഥാർത്ഥ രക്ഷകരെന്ന് എൻ്റെ ഉള്ളിൽ ഞാൻ വിശ്വസിച്ചാൽ മാത്രമേ എനിക്കത് മറ്റുള്ളവരോട് പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ കാണുന്നതാണ്, പീലിപ്പോസ് യേശുവിനെ കണ്ടു, യേശു പീലിപ്പോസിനെ വിളിച്ചു.
പക്ഷെ ഫിലിപ്പോസ് പോയി എന്തൊക്കെയാണ് നഥാനിയോട് പറഞ്ഞത്? മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിന്റെ മകനെ, നസറത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു, നീ വന്ന് കാണുക. നോക്കുകയും അപ്പോൾ ഫിലിപ്പോസിനൊരു കോൺഫിഡൻസ് ഉണ്ടായി, ഒരു കൺവിക്ഷൻ ഉണ്ടായി. ഞാൻ കണ്ട യേശുവാണ് യഥാർത്ഥ ദൈവപുത്രൻ, യഥാർത്ഥ രക്ഷകൻ എന്ന്. അതുകൊണ്ടാണ് ഫിലിപ്പോസിന് നഥാനിയേലിനോട് ഇത് പറയുവാനായിട്ട് സാധിച്ചത്. പ്രിയ സഹോദരങ്ങളെ, നാം ദേവാലയത്തിൽ പോകുന്നെങ്കിലും പ്രാർത്ഥിക്കുന്നതിലും പലപ്പോഴും നമുക്ക് ഇപ്പോഴും ആ ഒരു കൺവിക്ഷൻ നമുക്കുണ്ടായിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്ന യേശു സത്യദൈവമാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അനേക ദൈവങ്ങളെ അന്വേഷിച്ചു പോകും. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ലെന്ന് ആരോ പാടിയിരിക്കുന്നത് പോലെ നമ്മൾ വർഷങ്ങളായി യേശു വിശ്വസിക്കുന്നവരാണെങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല, നമുക്കൊരു കൺവിക്ഷൻ ഇല്ല. നമ്മൾ ഓരോരുത്തർക്ക് അന്വേഷിച്ച് പോകും. അവിടെ പ്രസംഗിക്കുമ്പോൾ അവിടെ പോകും, അവിടെ ധ്യാനം നടത്തുമ്പോൾ അവിടെ പോകും, അവിടെ അത്ഭുതം കാണിക്കുമ്പോൾ അവിടെ പോകും. ഇങ്ങനെ നമ്മൾ ഓടി നടക്കുകയാണ് യേശുവിനെ അന്വേഷിച്ച്. നാം ദൈവത്തോട് വസിക്കുകയും ചെയ്യുന്നു. ആ ദൈവത്തെ തിരിച്ചറിയുവാൻ, ആ ദൈവത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. ഫിലിപ്പോസിന് നഥാനിയേലിനെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചു. പക്ഷെ നഥാനിയേൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നസറത്തിൽ നിന്നും എന്തെങ്കിലും നന്മയുണ്ടാകുമോ? നമുക്കറിയാം ഫിലിപ്പോസിനെ പറ്റിയൊരു തെറ്റാണത്. കർത്താവ് യഥാർത്ഥത്തിൽ നസറത്തിൽ നിന്നുള്ളവനല്ല, കർത്താവ് യഥാർത്ഥത്തിൽ ബേഥലഹേമിൽ നിന്നുള്ളവനാണ്. അവൻ നസറത്തിൽ നിന്ന് താമസിച്ചത് കൊണ്ട് നസറായൻ എന്ന് പേര് കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. കാരണം നസറത്ത് എന്ന് പറയുന്നത് വലിയ ദൈവകൃപയുള്ളൊരു സ്ഥലമല്ല. അതുകൊണ്ടാണ് നഥാനിയേൽ അങ്ങനെ ചോദിക്കാൻ കാരണം. എങ്കിലും നഥാനിയേൽ ഫിലിപ്പോസിനടുത്ത് പോകും. നഥാനിയേലും ഫിലിപ്പോസും അടുത്ത് വരുന്നത് കാണുമ്പോൾ കർത്താവ് ഫിലിപ്പോസിനെ വിട്ടിട്ട് നഥാനിയേലിനെ പിടിക്കുക നമുക്ക് കാണാൻ സാധിക്കും. നഥാനിയേലിനെ നോക്കി കർത്താവ് പറയും, ഇതാ കപടതയില്ലാത്ത, കാപട്യമില്ലാത്ത, വഞ്ചനയില്ലാത്ത ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഇത്ര നല്ല മനോഹരമായ ഒരു അഭിപ്രായമാണ്. അതും ആരാ പറയുന്നത്? ദൈവപുത്രൻ നഥാനിയേലിനെ കുറിച്ച് പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ഇതുപോലൊരു അഭിപ്രായം പറയുന്നതിനേക്കാൾ മെച്ചമായി എന്താ നമുക്ക് കിട്ടാനുള്ളത്? എന്താ പക്ഷേ ഇത് കർത്താവ് പറയുന്നത്? നഥാനിയേലിനെ കുറിച്ച് കപടതയില്ലാത്ത, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കർത്താവ് വെറുത്തിരുന്നത് കപടതയാണ്, ഹിപ്പോക്രസി. നാം വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ ഫരിസേന്മാർക്കെതിരെ, നിയമജ്ഞർക്കെതിരെ, സദൂക്കാർക്കെതിരെ കർത്താവ് ആഞ്ഞടിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ കപടതയെ സൂക്ഷിക്കാനാണ് പറയുന്നത്, അവിടെ കാപട്യത്തെ സൂക്ഷിക്കാനാണ് പറയുന്നത്, അവരുടെ വിശ്വാസമില്ല, വിശ്വസ്തതയില്ലായ്മയെ സൂക്ഷിക്കാനാണ് പറയുന്നത്. എന്നാൽ അവിടെ വിശ്വസ്തനായൊരു മനുഷ്യൻ, കപടമില്ലാത്തൊരു മനുഷ്യൻ, നിഷ്കളങ്കനായൊരു മനുഷ്യൻ, അവനാണ് കർത്താവ് അഭിനന്ദിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് എന്നും, ദൈവം എന്നും മാനിച്ചിരുന്നത് നിഷ്കളങ്കരെയാണ്, നിർമ്മല ഹൃദയരെയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കർത്താവിന് ഡ്യൂപ്ലിസിറ്റി ഇഷ്ടമല്ല. ഇവിടെ ഒന്ന് പറയുക, അവിടെ വേറൊന്ന് പറയുക, വേറൊന്ന് പ്രവർത്തിക്കുക, ഒന്ന് ചിന്തിക്കുക, ഒന്ന് പറയുക, വേറൊന്ന് പ്രവർത്തിക്കുക. ഇങ്ങനെയുള്ളൊരു ദൈവത്തിന് ആവശ്യമില്ല. അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി, അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി, മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ കൂട്ടുകൂടാൻ വേണ്ടി ഒക്കെ കണ്ടുപിടിക്കുന്നതാണ്. ചിലരുണ്ട് മറ്റുള്ളവർ ചിലരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ വന്നാൽ ഇത്ര വലിയ വ്യത്യസ്തമായൊരു ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് വലിയ സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിക്കും. ഇതാണ് കപടത എന്ന് പറയുന്നത്. മറ്റുള്ളവരെയും ആരെക്കുറിച്ചാണെങ്കിലും നിഷ്കപടമായി പെരുമാറുവാൻ കഴിയണം. ഇതാണ് കർത്താവ് നഥാനിയേലിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്. ഉടനെ നഥാനിയേൽ ചോദിക്കും, നീ എന്നെ എങ്ങനെ അറിയും? നഥാനിയേൽ ആദ്യമായിട്ട് യേശുവിനെ കാണുന്നത്. യേശുവിനെ ഒരിക്കലും നഥാനിയേൽ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ഫിലിപ്പോസാണ് ആദ്യമായിട്ട് നഥാനിയേലിനെ കഴിച്ചത്. പക്ഷേ യേശു നഥാനിയേലിനെ കണ്ടിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, യേശു തമ്പുരാന് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന സർവ്വരെയും കാണുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും കാണുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ ജീവിതവും കാണുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ ചലനങ്ങളും കാണുന്നുണ്ട്. നീ ആരാണെന്നും എന്താണെന്നും എവിടെയാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ ദൈവത്തിന് അറിയാം. ദൈവത്തിന് എക്സ്പ്ലനേഷൻസ് ഒന്നും ആവശ്യമില്ല. നീ എത്ര വലിയ കപടത കർത്താവിന്റെ മുമ്പിൽ കാണിച്ചാലും കർത്താവിന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. കർത്താവ് നഥാനിയേലിനോട് പറയുകയാണ്, നിന്നെ ഫിലിപ്പോസ് കാണും മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. അതാണ് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അത്തിമരം, അതിന്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ സമയമാണ്, ആരാധനയുടെ സമയമാണ്, ദൈവത്തെ ധ്യാനിക്കുന്ന സമയമാണ്. ഏകനായിരിക്കുമ്പോൾ അത്തിമരം വളരെ വിശാലമായി പടർന്നു പന്തലിച്ച വല്ല തണുപ്പുള്ള സ്ഥലമാണ്. അതിന്റെ ചുവട്ടിൽ പോയി ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന് നന്ദി പറയുന്ന,
ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ പുകഴ്ത്തുന്ന, ദൈവവുമായിട്ട് സംസർഗം നടത്തുന്ന, ധ്യാനിക്കുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നഥാനിയേൽ എന്ന മനുഷ്യൻ ഒരു ദൈവ മനുഷ്യനാണ്. അതുകൊണ്ടാണ് കർത്താവ് അവനെ നിഷ്കളൻ എന്ന് വിളിക്കുന്നത്. ഇവനെ ദൈവം കൂടെ കൂടെ കാണുന്നുണ്ട്. ഇവൻ ദൈവസന്നിധാനത്തിൽ ദൈവത്തെ വിളിക്കുന്നവനാണ്. ദൈവത്തെ വിളിക്കുന്നവനെ ദൈവത്തെ കാണാനും കേൾക്കാനും കഴിയും. ദൈവത്തോട് സംസർഗം നടത്തുന്നവനാണ്. നഥാനിയേൽ വലിയ അത്ഭുതമായി, വലിയ അത്ഭുതം. ഉടനെ നഥാനിയേൽ വിളിച്ചു പറയുകയാണ്, നീ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്, നീ ഇസ്രായേലിന്റെ രാജാവാണ്. നോക്കിക്കേ, നഥാനിയേലിനോട് ഫിലിപ്പോസ് പറഞ്ഞിട്ടും നഥാനിയേൽ വലിയ വിശ്വാസമൊന്നും വന്നില്ലെങ്കിലും യേശുവിനെ കാണാൻ നഥാനിയേൽ വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ തൻ്റെ പാസ്റ്റ് പഴയ കാര്യം കർത്താവിനും നഥാനിയേലിനോട് പറയാൻ കഴിഞ്ഞപ്പോൾ, തന്നെ അവൻ അത്തിമരത്തിൽ ചോദ്യത്തിന് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് വലിയ വിശ്വാസമായി. അവൻ പറഞ്ഞു, നീ രാജാവാണ്, ദൈവത്തിന്റെ യഹൂദന്മാരുടെ രാജാവാണ്, നീ വരാനൊക്കെ ദൈവപുത്രനാണ്. ഉടനെ കർത്താവിനോട് ഉത്തരം പറയുകയാണ്, ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നീ വിശ്വസിക്കുന്നു, നീ ഇതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങൾ കാണും. ഇതാണ് വാഗ്ദാനം. പ്രിയ സഹോദരൻ, വലിയ വാഗ്ദാനമാണ്. ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്തു തരുന്ന ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നാണിതാണ്. ഒരു വിശ്വാസിക്ക് ദൈവം തമ്പുരാൻ തരുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് ഇതാണ്. ഒരു നിഷ്കളങ്കന ദൈവം തമ്പുരാൻ നൽകുന്ന വലിയ വാഗ്ദാനം ഇതാണ്. ഈ ലോകത്തിൽ പുണ്യമായി പരിശുദ്ധമായി ജീവിക്കുന്നവന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വാഗ്ദാനം ഇതാണ്. എന്താ കാണുന്നത്? സ്വർഗം തുറക്കപ്പെടുന്നതും മാലാഖമാർ ഇറങ്ങുകയും ദൈവപുത്രന്മാര് കയറി മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. അപ്പോസ്തലന്മാർ നമുക്കറിയാം, കർത്താവിന്റെ മേൽ പരിശുദ്ധ ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് കണ്ടവരാണ്. അനേക സന്ദർഭങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ ഇതൊരു ക്രിസ്ത്യാനിയുടെ അനുഭവമാണ്. സ്വർഗം നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗത്തിന്റെ മാലാഖമാരെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവികമായ വലിയ മഹത്വത്തിൽ പങ്കുപറ്റാൻ നമുക്ക് സാധിക്കും. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ മഹത്വം കാണുന്നതും കാണാനായിട്ട് സാധിക്കും. പത്രോസിനും അന്ത്രയോസിനും യാക്കോബിനും ദൈവത്തിന്റെ മഹത്വം ഭൗതികരണത്തിന്റെ നിമിഷത്തിൽ കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ എല്ലാ ക്രൈസ്തവനും അവൻ നിഷ്കളങ്കനായി ജീവിച്ചാൽ ഈ മഹത്വം കാണുവാനായിട്ട് സാധിക്കും. ദൈവങ്ങളുടെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. ഫിലിപ്പോസിനെയും നഥാനിയേലിനെയും ദൈവം വിളിക്കുകയാണ് തൻ്റെ കൂടെ ആയിരിക്കുവാൻ. നിഷ്കളങ്കമായി ജീവിച്ചവർക്ക് മാത്രം ദൈവം കൊടുക്കുന്ന പരിഗണനയിൽ ഒന്നാണ് ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാനുള്ള സൗഭാഗ്യം. ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും നമ്മളൊക്കെ ദൈവത്തോടൊത്ത് വസിക്കേണ്ടവരാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് ഈ ലോകത്തിൽ നാം ദൈവത്തിൽ നിന്നും അകന്ന് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെയും ദൈവത്തിൽ നിന്നും അകന്ന ലോകത്തിലെ മനുഷ്യർ നമ്മൾ ജീവിക്കും. ലൗകിക ജഡിക ഭൗതിക കാര്യങ്ങൾ മാത്രം മുഴുകി നമ്മൾ ജീവിക്കും. ഞായറാഴ്ച ഒരു ദിവസം മാത്രം വെറും കണക്കിന് വേണ്ടി നാം ദേവാലയത്തിലേക്ക് പോകും. അങ്ങനെയല്ല. ദിവസത്തിന്റെ എല്ലാ മണിക്കൂറുകളിലും, ആഴ്ചയുടെ എല്ലാ ദിവസങ്ങളിലും, മാസത്തിന്റെ എല്ലാ ദിവസങ്ങളിലും നാം ദൈവത്തോടൊത്ത് വസിക്കുവാൻ വസിക്കും. എവിടെ പോയാലും ദൈവത്തോട് കൂടെ വസിക്കണം. യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൂടെ യാത്ര ചെയ്യണം. ജോലി ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൂടെ ജോലി ചെയ്യണം. ഉറങ്ങുമ്പോൾ ദൈവത്തോടത്ത് ഉറങ്ങണം. അങ്ങനെ നമുക്ക് ദൈവത്തോടത്ത് വസിക്കാൻ സാധിച്ചാൽ ഈ ലോകത്തിന്റെ മനുഷ്യരല്ല, ദൈവത്തിന്റെ മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. നഥാനിയേലിനെ പോലെ കർത്താവ് നമ്മൾ പറഞ്ഞത് നമ്മെ ഓരോരുത്തരെ കുറിച്ച് പറയുവാൻ ഇടയാകും. നമുക്ക് നരാത്മശോധന ചെയ്ത് നോക്കാം. നാം ഡ്യൂപ്ലിസിറ്റിയുള്ള മനുഷ്യരാണോ? നാം ഹിപ്പോക്രസിയുള്ള മനുഷ്യരാണോ? കാപ്പട്യമുള്ള മനുഷ്യരാണോ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണോ? അത് ദൈവം തമ്പുരാൻ ഹൃദയങ്ങൾ കാണുന്ന ദൈവം നമ്മുടെ ഹൃദയശുദ്ധി കാണുവാൻ ഇടവരുന്നുണ്ടോ? ഹൃദയശുദ്ധിയോട് ജീവിക്കുവാനും ദൈവത്തിന് പ്രിയങ്കരായി ജീവിക്കുവാനും നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ കൺമുൻപിലാണ് ഞാൻ പ്രവർത്തിക്കുന്ന ചിന്തയോട് ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.